പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നറുക്കെടുപ്പ് പുരാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചർച്ച സജീവമാണ്. ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെ എയറിൽ കയറ്റുന്ന തിരക്കിലാണ്. ആഹ് എന്താ പറയുക, നായർ പിടിച്ച പുലിവാല് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കുഞ്ഞാൻ പിടിച്ചൊരു വലിയ പുലിവാലായി മാറിയിട്ടുണ്ട് ഈ ഒരു നറുക്കെടുപ്പ്. കുഞ്ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പുലിവാല് ഇതിൻ്റെ പിന്നാലെ വരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് നെഗറ്റീവുകൾ കുഞ്ഞാനെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്കുകളും കമൻസിലൂടെയും മറ്റുമായിട്ടൊക്കെ കുഞ്ഞാന് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു 99% ആളുകളും കുഞ്ഞാൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞാൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള 99% കമൻസുകളും കുഞ്ഞാനെതിരാണ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കുഞ്ഞാൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നവരാണ്. ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ചിലപ്പോൾ കുഞ്ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം ഫേസ് ചെയ്യണത്. ഇതിനു മുമ്പ് ഒരുപാട് നെഗറ്റീവുകൾ കുഞ്ഞാന് വന്നിട്ടുണ്ടെങ്കിലും ഏതായാലും ഇതിൽ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള സാപ്പി, നമ്മളെ കുഞ്ഞാൻ്റെ ഭാഷയിൽ പറഞ്ഞ സാപ്പിക്ക്, അല്ലെങ്കിൽ സാപ്പിയുമായിട്ട് നമ്മുടെ ഈ നറുക്കെടുപ്പ് നടത്തിയ, അല്ലെങ്കിൽ വീട് ലേലത്തിനല്ലല്ലോ, ഇത് ലോട്ടറി അല്ലേ, എന്തായാലും ഈ വീട് ഇതുപോലെ ഒരു ലോട്ടറിയിലൂടെ വിൽക്കാനൊക്കെ തയ്യാറായിട്ടുള്ള നാസർ നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നാസർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ, അത് കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. ഷാഫിക്ക് എന്താ പറയാണ്ട് പറഞ്ഞു. നമുക്കിപ്പോൾ ഇൻഷാല്ലാ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സംഭവമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യണം, അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾക്ക് പോകുന്നത്. എന്തായാലും എന്തായാലും പറയും പോലെ കുറച്ച് നമുക്ക് തന്നെ സംഭവം തന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയാണ്. വെച്ചിട്ടുള്ള സാപ്പിയുടെ വിശാല മനസ്കത കൊണ്ട് ആ വീട് ഈ നാസറിന് തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എത്ര വലിയ മനസ്സാണ് സാപ്പിയുടേത്. സാപ്പിയുടെ ആ ഒരു മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് തന്നെയാണ്. എന്തായാലും സാപ്പി 13 ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു. 13 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ചില്ലറയല്ല, 13,000 രൂപ. ഒരു ടിക്കറ്റിന് 100 രൂപ വെച്ച് നോക്കിയാൽ എന്തായാലും നാസറിന് ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അവരുടെ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഓര് പറയണത് ഏകദേശം 8,000-ഓളം ടിക്കറ്റ് എന്നാണ്. പക്ഷേ ഒന്നാം സമ്മാനം അടിച്ച സാപ്പിയുടെ ടിക്കറ്റ് നമ്പർ 20,000 സംതിങ് ആണ്. അപ്പോൾ 20,000-ഓളം ടിക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ 20,000 ഗുണിക്കണം 1000 എത്രയായി? ഒരു വലിയ സംഖ്യയായി. എന്തായാലും അത്രയും പൈസ നാസറിന് ലാഭം എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് കുഞ്ഞാൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റ് എന്ന് ചോദിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും കുഞ്ഞാൻ അതിന് വിശദീകരണമായിട്ട് വന്നത് പടച്ച റബ്ബാണ്, എൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ പിന്നെ പടച്ച റബ്ബാണ് സത്യം, ഞാനതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാനതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞാൻ പറഞ്ഞിട്ടുള്ള പൊരുത്തക്കേടുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും. അതിൽ കുഞ്ഞാൻ പറയുന്നുണ്ട്, നറുക്കെടുക്കാൻ എന്നോട് ഒരുപാട് ആളുകൾ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ നറുക്കെടുക്കാൻ മുന്നോട്ട് വന്നത് എന്ന് പറയുന്ന കുഞ്ഞാൻ്റെ ലൈവിൽ അങ്ങനെ ആരും നിർബന്ധിക്കുന്നതായിട്ട് കണ്ടില്ല. കുഞ്ഞാൻ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നു, കൈയിടുന്നു, നറുക്കെടുക്കുന്നു, ഒന്നാം സമ്മാനം സാപ്പി എന്ന് വിളിച്ചു പറയുന്നു. ഇതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞാൻ നേരെ കൈ കൊണ്ടേ താഴ്ത്തുന്നു. എന്തായാലും കുഞ്ഞാൻ നടത്തിയ തട്ടിപ്പിൻ്റെ ഒരു എന്താ പറയുക, തട്ടിപ്പ് ഏത് രീതിയിലാണ് എന്നൊക്കെ ഹൈദർ മധൂർ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുഞ്ഞാന് തെറ്റുപറ്റിയിട്ടുണ്ട്. കുഞ്ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം ഇത് ഒന്നാമത് ഇത് ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതുപോലെയുള്ള ഒരു ലോട്ടറിയും കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ടുള്ളൊരു സാധനമാണ്. ആ ഒരു ഇല്ലീഗലായിട്ടുള്ള സാധനം ചെയ്യുന്ന സമയത്തെങ്കിലും അതിൽ ഇച്ചിരി മാന്യത കാണിക്കാമായിരുന്നു കുഞ്ഞാൻ. ഒന്നാം സമ്മാനം അടിച്ച സാപ്പി നാസറിൻ്റെ ഭാര്യയുടെ വീടിൻ്റെ അടുത്താണ് എന്നും, അതുപോലെ തന്നെ നാസറിൻ്റെ മകൻ്റെ സുഹൃത്താണ് എന്നും ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. സത്യാവസ്ഥ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള സാപ്പി തന്നെ പുറത്തു വന്ന് പറയേണ്ടതാണ്. ഞാൻ നാസറിൻ്റെ മകൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ നാസറിൻ്റെ ഭാര്യ വീടിനടുത്താണ് എൻ്റെ വീട് എന്നൊക്കെ സാപ്പി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാൻ അവിടെയും പെടും. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈദർ മധൂർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടുതരാം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക, ഈ നറുക്കെടുപ്പൊക്കെ പിന്നെ ഒരുക്കി കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും
ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്ചുപ്പനിക്ക് ദോസ്താണ്. ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. അപ്പൊ ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ നിന്റെ കണ്ണുകളിൽ തന്നെ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ പൊന്നുമോനെ സാപ്പി. നീ പറഞ്ഞല്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തതല്ല. കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോൾ വാട്സപ്പ് വഴി എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അത് ഉണ്ടാവില്ല. കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്. എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണണമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ. അമ്മായിന്റെ മോനൊന്നുമല്ലോ, ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്ന് നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചോദ്യങ്ങളെല്ലാം വളരെ സ്ട്രൈറ്റ് ആണ്, സ്പെസിഫിക് ആണ്. ഒന്നാമത്തെ കാര്യം ഹൈദർ മധൂർ പറയുന്നത് 13 ടിക്കറ്റ് എടുത്തതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഇനി അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ പോയി വാങ്ങിയെന്ന് പറയുമ്പോൾ സാഫി തന്നെ അതിന് മുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് സാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓൺലൈനായിട്ടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഗൂഗിൾ പേ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. എന്തായാലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാൻ ഈ പണ്ട് നമ്മൾ പറയില്ല ഉടുത്തേൽ അപ്പിയിട്ട അവസ്ഥയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. കാരണം മധുരിച്ചിട്ട് തുപ്പാനും വെച്ച, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥ. എന്നാലും കുഞ്ഞാൻ ഇത്ര ഈ ഒരു വിഷയത്തെ ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് കുഞ്ഞാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും കുഞ്ഞാൻ ഇതുപോലെയുള്ള തട്ടിപ്പുകൾക്ക് കൊട്ടപിടിക്കാൻ കുഞ്ഞാൻ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ശേഷം എന്തൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, ടിക്കറ്റ് എടുത്ത 10,000 ആളുകളുണ്ടല്ലോ, അതിലാരെങ്കിലും ഒരാൾ പോയിട്ട് ഒരു പരാതി കൊടുക്കാൻ, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു നറുക്കെടുപ്പിൽ സുതാര്യമായിട്ടല്ല നടന്നത്, ഞങ്ങൾക്ക് ഇന്ന സംശയങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്ത് ആ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കള്ളക്കളികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, വീണ്ടും വീണ്ടും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. ആളുകളുടെ ദയനീയാവസ്ഥ കാണിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ഒരു നിസ്സഹായ അവസ്ഥയെല്ലാം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിളകിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായി മാറുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞാൻ ഈ ഒരു തട്ടിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിന് കാരണക്കാരനായിട്ടുണ്ട് എങ്കിൽ കുഞ്ഞാനെ ഇതൊന്നും ദഹിച്ചു പോലും കേട്ടോ സാധനമൊന്നും. കാരണം ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസയാണ്, ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് നിങ്ങൾ ഒറ്റയടിക്ക് വടിച്ചോണ്ട് അങ്ങോട്ട് പോയത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. കുഞ്ഞാൻ നിരപരാധിയാണ് എങ്കിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.